ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു യാത്ര പോയാലോ? വേറെ എവിടെയല്ല, നവാബ്മാരുടെ സ്വന്തം നാടായിട്ടുള്ള ഹൈദരാബാദിലേക്ക്. മുൻകൂടി ടിക്കറ്റ് എടുക്കാത്ത കാരണം കൊണ്ട് തന്നെ ജനറൽ യാത്രയായിരുന്നു. അത്യാഡംബരം, ആഹാ. അതിനോട് കൂടെ നമ്മുടെ റയ്യാൻ താത്ര നല്ല ഇലയിൽ പൊതിഞ്ഞ ചൂട് ബിരിയാണിയും കൂടി ആയപ്പോഴേ ആഡംബരം ഒട്ടും കുറഞ്ഞില്ല. സത്യം പറയാലോ, നല്ല കൈപ്പുണ്യുള്ള കൈയാണ്. അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു. സുബഹ നമസ്കാരവും കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പ്രകൃതിയിലേക്ക് നോക്കിയപ്പോഴേക്കും വാ അജബാ എന്ന് പറയാതെ ഒരു നിവൃത്തിയുമില്ല. പിന്നെ ഓരോ യാത്രകളും നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും പകർന്നു നൽകുക എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ? ലാ തുലവ്വിതുൽ ബീഅ യാ അഖി ഫൽമക്കാനുൽ ജമീൽ യസ്തഹിഖുൽ ഐനായ. വേറൊന്നുമല്ല, പ്രകൃതി മോശമാക്കരുതെന്ന് ഉഷാറാക്കി പറഞ്ഞാണ് ബ്രോ. ഇതേതാ ചെടിന്ന് അറിയുന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. നമ്മൾ പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ഭക്ഷണം നമ്മൾ വാങ്ങി. ഇയാൾ ആളൊരു പാവ മനുഷ്യനാട്ടോ. നിങ്ങൾ ഈ കാണുന്നതാണ് പെന്നാർ റിവർ. അങ്ങ് വിദൂരത്തായി ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗണ്ടിക്കോട്ട ഗ്രാൻഡ് കനേലിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങൾക്ക് കാണാം. പെന്നാർ റിവറിന് കുറുകെ പണിത നരസിംഹ റെഡ്ഡി ഡാം മുഖേന മുങ്ങിപ്പോയ ചില പ്രദേശങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താണില്ലേ? പിന്നില്ലേ, നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന സ്ഥലത്തിലെ ചരിത്രവും അവിടുത്തെ പൈതൃകങ്ങളൊക്കെ മനസ്സിലാക്കി പോകുമ്പോഴേ ആ യാത്രക്കൊന്നും കൂടി ഭംഗി കൂടും. എന്നാ ഇജ്ജ് ഭംഗി കൂട്ടിക്കോ, ഇവിടെ സ്ഥലം എത്തിക്കണേ. അങ്ങനെ നമ്മളെ കാച്ചക്കൂട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ആദ്യം തന്നെ പറയാലോ, എൻട്രൻസിൽ കൊടുത്തിട്ടുള്ള നല്ല പെയിന്റിങ്സും കൊത്തുപണികളൊക്കെ വേറൊരു ഫീലാണ് നമുക്ക് തരുന്നത്. നമ്മൾ തീരെ ഭക്ഷണം കഴിക്കാത്തോണ്ട് അവിടെ അടുത്തൊരു ഹോട്ടലിൽ കയറി. ഇതൊരു എക്സ്പീരിയൻസിന്റെ ഒരു യാത്ര തന്നെയാണ്. വളരെ സന്തോഷവും സമാധാനവും കുലുക്കങ്ങളൊന്നുമില്ലാത്ത സുഗന്ധദ്രവ്യങ്ങളാൽ ആഞ്ഞു വീശുന്ന ഒരു യാത്ര. അങ്ങനെ ഒടുവിൽ എല്ലാം ത്യജിച്ച് നമ്മൾ നിസാമിലേക്ക് എത്തി. മനസ്സ് തട്ടി അൽഹംദുലില്ലാഹ്.